ഹാഡിയാസ് നമ്മൾ MG യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നൊരു വീഡിയോ ചെയ്തു അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണോ തോന്നുന്നത്? എനിക്ക് തോന്നി നിങ്ങൾക്കിപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ കുറേ പേർക്ക് കിട്ടിയിട്ടുണ്ടാവും, കുറച്ച് പേർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ഇനി കിട്ടിയത് തന്നെ ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച കോളേജോ അല്ലെങ്കിൽ അത്ര ഇഷ്ടമുള്ള കോഴ്സോ ഒന്നും ആവില്ല. പക്ഷേ ഇപ്പോൾ അലോട്ട്മെൻറ്റ് തൽക്കാലത്തേക്ക് എടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും യൂണിവേഴ്സിറ്റിക്ക് ഫീസ് അടിച്ച്. അപ്പോൾ നിങ്ങൾക്ക് അറിയണം എന്ന് ആഗ്രഹമുണ്ട് ഈ ഒരു കോളേജിലേക്ക് എത്ര വരെയും അലോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇൻഡെക്സ് മാർക്ക് നമ്മുടെ പ്രൊഫൈൽ കാണിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എത്ര കിട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാനായിട്ടൊരാഗ്രഹം ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് നോക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് വീഡിയോ ചെയ്തപ്പോൾ വളരെ മുമ്പ്. അപ്പോൾ ചിലപ്പോൾ അത് ചിലർ കണ്ടിട്ടുണ്ടാവില്ല, പിന്നെ ചിലർക്ക് അറിയില്ലായിരിക്കും, അല്ലെങ്കിൽ അതൊന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇത് ചെയ്യാനൊരു കാരണവും കൂടിയുണ്ട്. ഞാൻ ആദ്യം കണ്ട ഒരു ക്വസ്റ്റ്യനാണ് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചാൽ നിങ്ങളിങ്ങനെ ടെൻഷനൊന്നും ആവണ്ട കേട്ടോ. ഈ ആദ്യത്തെ അലോട്ട്മെൻറ്റുകളൊന്നും വലിയ വ്യത്യാസങ്ങളുണ്ടാവില്ല. നമ്മൾ ചില കോഴ്സുകളുണ്ടല്ലോ ഡിമാൻഡഡ് കോഴ്സുകളായിട്ട് നമ്മൾ പൊതുവെ പറയുന്നത്. പിന്നെ അത് നമുക്ക് അതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുന്നത് എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, നഴ്സിംഗ് അലോട്ട്മെൻറ്റുകളൊക്കെ കഴിയുമ്പോഴാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ലാസ്റ്റ് വരെയും ഇങ്ങനെ ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക. യൂണിവേഴ്സിറ്റി നമുക്ക് 3 അലോട്ട്മെൻറ്റ് തരും. പിന്നെ നമ്മൾക്ക് SC STയുടെ 2 സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഉണ്ടാവും. പിന്നെ എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് 1ഉം 2ഉം ഒക്കെ ഉണ്ടാവും, ചിലപ്പോൾ 3ഉം ഉണ്ടാവും. അതുപോലെ തന്നെ മാത്രമല്ല പിന്നെ നമുക്ക് വരുന്നത് ഈ യൂണിവേഴ്സിറ്റിയിൽ ലിസ്റ്റിട്ടിട്ട് കോളേജുകൾ അഡ്മിഷൻ നടത്തുന്ന അല്ലെങ്കിൽ കോളേജുകളിൽ ലിസ്റ്റിട്ടിട്ട് അഡ്മിഷൻ നടത്തുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അതിലൊക്കെ പങ്കെടുക്കാം. ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോയി ചേർന്നു, ഫീസൊക്കെ അടച്ചു, ക്ലാസ്സുകൾ തുടങ്ങിയൊരു കുട്ടിയാണെങ്കിൽ പോലും യൂണിവേഴ്സിറ്റിയുടെ അലോട്ട്മെൻറ്റ് വഴി അഡ്മിഷൻ എടുത്തൊരു കുട്ടിക്ക് മാറുന്നതിന് കുഴപ്പമില്ല. യൂണിവേഴ്സിറ്റി ഒരു ക്ലോസിംഗ് ഡേറ്റ് പറയും, അന്ന് വരെ നമ്മൾക്ക് മാറാൻ ഫീസുകൾ തിരിച്ചു കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് കിട്ടുന്നവരെ അല്ലെങ്കിൽ കോളേജ് കിട്ടുന്നവരെ ഈ അലോട്ട്മെൻറ്റിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക. നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ ഒരു കുട്ടിക്കും ഇതുവരെ 2023 വരെ പിന്നീടുള്ള അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. കിട്ടാത്തവർക്കും കിട്ടുന്നവർക്കും പിന്നെ ക്യാൻസലായി പോയവർക്കും ഒക്കെ ഈ പറയുന്നതിൽ പങ്കെടുക്കാം. അപ്പോൾ ആദ്യത്തെ 3 അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ 2 അത് നമുക്കറിയില്ല, സാധാരണ 2 or 3 വരാം. അതിൽ നമ്മൾക്ക് ഇപ്പോൾ വച്ചേക്കുന്ന ചോയ്സ് തന്നെ മതി. പിന്നെ നമുക്ക് സപ്ലിമെൻ്ററി അല്ലെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെൻ്റ് ഒക്കെ വരുമ്പോൾ വീണ്ടും ഓപ്ഷൻസ് വെച്ച് കൊടുക്കണം. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓപ്ഷൻസ് മാത്രം വെച്ച് കൊടുത്താൽ മതി. വേറെ കാര്യങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്ത പോലെ തന്നെ ചെയ്യേണ്ട. ലോഗിൻ ചെയ്തിട്ട് ഓപ്ഷൻസ് വെച്ച് കൊടുക്കുക. അതിനിടയ്ക്ക് തെറ്റുള്ളവരാണെങ്കിൽ വേണമെങ്കിൽ തിരുത്താം. ഓക്കെ, ഇപ്പോൾ നമ്മൾ അതിലേക്കൊക്കെ നമുക്ക് ആ ഒരു ടൈമിൽ പോകാം. കാരണം നിങ്ങൾ വിഷമിക്കേണ്ട, ഇനിയും അലോട്ട്മെൻറ്റുകൾ ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വന്നത് കേട്ടോ. ഓക്കെ, പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ, ഈ ഇയർ ഗ്യാപ്പ് നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് വരാം. ഇയർ ഗ്യാപ്പ് അല്ലേ. അപ്പോൾ അതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മുടെ ഇൻഡെക്സ് മാർക്ക് ആ കോളേജിൽ അലോട്ട് ചെയ്തേക്കുന്ന ഇൻഡെക്സ് മാർക്കിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഓപ്ഷൻസ് അല്ലേ, നമ്മുടെ ഓപ്ഷൻസും ഇൻഡെക്സ് മാർക്കുമാണ് അതിൽ വരുന്നത് മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മുടെ ഇൻഡെക്സ് മാർക്ക് ആ കോളേജിൽ അലോട്ട് ചെയ്തേക്കുന്ന ഇൻഡെക്സ് മാർക്കിലേക്ക് എത്തുമ്പോൾ നമുക്കൊരു അലോട്ട്മെൻറ്റ് കിട്ടും കേട്ടോ. അപ്പോൾ അതിനാണ് എങ്ങനെയാണ് ആ ഇൻഡെക്സ് മാർക്ക് അറിയുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ വരാം. വെബ്സൈറ്റിൽ വന്ന് കഴിയുമ്പോൾ അഡ്മിഷൻസ് കാണും. അഡ്മിഷൻസിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ താഴത്ത് ക്യാപ്പ് സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നോ മോർ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആദ്യത്തെ തന്നെ UGയുടെ ക്യാപ്പ് കിടക്കുന്നുണ്ട്, നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരുന്നത്. ഞാൻ പറയുവാണ് നിങ്ങൾ നോട്ടിഫിക്കേഷൻസ് നോക്കണം. നമ്മൾ ഓൾറെഡി ഷെഡ്യൂളൊക്കെ പറഞ്ഞ് അന്ന് തന്നെ പറഞ്ഞതാണ്. ആ ഷെഡ്യൂൾ ഡേറ്റിനെക്കാട്ടി മുമ്പ് എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സിറ്റി ചെയ്യാറുണ്ട്. സോ നിങ്ങളത് നോക്കണം എന്നുള്ളത്. അപ്പോൾ ഇനി നിങ്ങളിപ്പോൾ ഈ ഒരു ആദ്യം തന്നെ ഹോം ലോഗിൻ റിസോഴ്സസ് കണ്ടോ, അതിൽ റിസോഴ്സസിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് താഴോട്ട് പ്രോസ്പെക്ടസ് നോട്ടിഫിക്കേഷൻ അങ്ങനെ കുറച്ച് താഴേക്ക് പോകുന്നുണ്ടോ. അതിൽ നമുക്കൊരു ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. ഇമ്പോർട്ടൻറ്റ് ഓർഡേഴ്സിൻ്റെ താഴെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് കാണാൻ പറ്റും. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചെക്ക് മാക്സിമം ആൻഡ് മിനിമം ഇൻഡെക്സ് മാർക്ക് 2024-25 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ സെലക്ട് കോളേജ് ഉണ്ട്, സെലക്ട് പ്രോഗ്രാം ഉണ്ട്, സെലക്ട് സ്പെഷ്യലൈസേഷൻ ഉണ്ട്, സെലക്ട് അലോട്ട്മെൻ്റ് ഉണ്ട്. അപ്പോൾ സെലക്ട് കോളേജ് എന്നുള്ളത് നിങ്ങൾ ഏത് കോളേജിൽ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നോക്കാനായിട്ട് ഇൻഡെക്സ് മാർക്ക് ആ കോളേജ് കൊടുക്കുക. അതിനായിട്ട് നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ എല്ലാ കോളേജുകളും MG യൂണിവേഴ്സിറ്റിയുടെ അലോട്ട്മെൻറ്റിലുള്ള എല്ലാ കോളേജുകളും ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഞാനിപ്പോൾ ആദ്യം ഇവിടെ അലമീൻ കിടക്കുന്നത് കൊണ്ട് അലമീൻ എടുത്ത് കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ, അത് കൊടുക്കുക. അതിനുശേഷം സെലക്ട് പ്രോഗ്രാം. ഇപ്പോൾ നമ്മൾ കൊടുത്ത കോളേജ് അനുസരിച്ചിട്ട് അവിടെയുള്ള പ്രോഗ്രാംസാണ്, എല്ലാ പ്രോഗ്രാംസും അവിടെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അലമീൻ കോളേജിലുള്ള പ്രോഗ്രാംസുകൾ ഇവിടെ ലിസ്റ്റ് ചെയ്യും കണ്ടോ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് നോക്കേണ്ടത് ഏതാണ്, ഏതിൻ്റെ ഇൻഡെക്സ് മാർക്കാണ് നിങ്ങൾക്ക് നോക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ഇതുപോലെ ആദ്യം എക്കണോമിക്സ് കിടക്കണേയും കൊണ്ട് എക്കണോമിക്സ് കൊടുക്കുന്നു എന്നുള്ളൂ. അതിനുശേഷം സ്പെഷ്യലൈസേഷൻ, ഇപ്പോൾ എക്കണോമിക്സിൽ ആ കോളേജിൽ സ്പെഷ്യലൈസേഷൻ വരുന്ന ഏതാണ്, ഫിനാൻസ് ആണ്. സോ ഫിനാൻസ് കൊടുത്തു. അതിനുശേഷം സെലക്ട് അലോട്ട്മെൻറ്റ് കൊടുക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇത്രയും അലോട്ട്മെൻറ്റുകൾ ഉണ്ട് എന്നുള്ളതായിരിക്കും യൂണിവേഴ്സിറ്റി നൽകുന്ന സൂചന. ആദ്യം തന്നെ കൊടുത്തേക്കുന്നത് ക്യാപ്പ് റെഗുലർ അലോട്ട്മെൻറ്റ്. സാധാരണ ക്യാപ്പ് റെഗുലർ അലോട്ട്മെൻറ്റ് 1, 2, 3 ഉണ്ടാവാറുണ്ട്. നമുക്ക് 3 ഉണ്ടോ എന്നുള്ളത് ഉറപ്പില്ല, എന്തായാലും 1ഉം 2ഉം ഉണ്ടാവും.
പിന്നെ ക്യാപ് SC/ST സ്പെഷ്യൽ അലോട്ട്മെൻറ്റ്, SC/STക്ക് മാത്രമായിട്ട്. അതുകൊണ്ടാണ് അവിടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ കണ്ടില്ലേ, SC/STയുടെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് വരെയും SC/ST കാൻഡിഡേറ്റ്സിന് താൽക്കാലിക പ്രവേശനം എടുക്കാവുന്നതാണ് എന്ന് കണ്ടില്ലേ. അപ്പോൾ അതാണ്. അപ്പോൾ SC/STയുടെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് 1ഉം 2ഉം, അതിനുശേഷം എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്, പിന്നെ ഫൈനൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്, അതിനുശേഷം ഫൈനൽ അലോട്ട്മെൻറ്റ് 1, 2, 3 വരുന്നുണ്ട്. ആ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ സാധാരണ അത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് 1, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് 2 അങ്ങനെയാണ് പറയാറ്. പക്ഷേ ഇത്തവണ പറഞ്ഞേക്കുന്നത് ഫൈനൽ അലോട്ട്മെൻറ്റ് 1, 2, 3 എന്നുള്ളതാണ്. പിന്നെയും ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റും കൂടി ഇപ്പോൾ യൂണിവേഴ്സിറ്റി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അവരുടെ നോട്ടിഫിക്കേഷൻ വന്നാലേ അറിയുള്ളൂ. അപ്പോൾ ഇത്രയും അലോട്ട്മെൻറ്റുകൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് നോട്ട് ഷുവർ, അവരിങ്ങനെ ലിസ്റ്റ് ചെയ്തേക്കണേ കൊണ്ടാണ് ഞാൻ പറയുന്നത്. സാധാരണ കേസിൽ ഏകദേശം ഇത്ര അലോട്ട്മെൻറ്റുകളൊക്കെ തന്നെ നടക്കാറുമുണ്ട്. കാരണം ഈ കോളേജുകളൊക്കെ ചേർന്ന് കഴിഞ്ഞിട്ട് ഈ കീമും മെഡിക്കൽ അലോട്ട്മെൻറ്റുകളൊക്കെ വരുമ്പോൾ മിക്ക കോളേജുകളും മാത്സ്, സയൻസ് അങ്ങനെയുള്ള ഗ്രൂപ്പുകളുടെയൊക്കെ സീറ്റുകൾ വെറുതെ ഒഴിഞ്ഞെടുക്കാറാണ് പതിവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഇതിലൊക്കെ എത്താൻ വെയിറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് മാറുന്നതിന് കുഴപ്പമൊന്നുമില്ല. കോളേജിൽ ചേരാം, തൽക്കാലത്തേക്ക് ഒന്നും ചേരാതിരിക്കേണ്ട. പക്ഷേ കോഴ്സുകൾ മാറുന്നതനുസരിച്ചിട്ട് അലോട്ട്മെൻറ്റുകൾ വരുന്നതനുസരിച്ചിട്ട് നിങ്ങൾക്ക് പുതിയ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിന് ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഫീസൊക്കെ സാധാരണഗതിയിൽ തിരിച്ച് കിട്ടാറുണ്ട്. പക്ഷേ ആകെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവിടെ ഫ്രണ്ട്സ് ആയി കഴിയുമ്പോൾ പിന്നെ പോകാനൊരു മടി ഉണ്ടാവും. ആ ഒരു മടി മാറ്റി വെച്ച് ഇഷ്ടമുള്ള കോളേജിൽ നല്ലൊരു കോഴ്സാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് കിട്ടുവാണെങ്കിൽ നിങ്ങൾ പോകാമെന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് ക്യാപ് റെഗുലർ അലോട്ട്മെൻറ്റിലാണ് നമ്മളിപ്പോൾ ക്ലിക്ക് ചെയ്യേണ്ടത്. കാരണം ക്യാപ്പിൻ്റെ റെഗുലർ അലോട്ട്മെൻറ്റാണ് ഇപ്പോൾ നടക്കുന്നത്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ്. അപ്പോൾ ഇവിടെ ക്യാപ് റെഗുലർ അലോട്ട്മെൻറ്റ് കൊടുത്തു കഴിയുമ്പോൾ സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കഴിയുമ്പോൾ ഈ നമ്മൾ കൊടുത്ത കോളേജ് ഈ ഒരു അലമിൻ കോളേജായിരുന്നു. ആ കോളേജിൽ BA എക്കണോമിക്സ് എന്ന കോഴ്സിന് ഇവിടെ വന്നേക്കുന്ന മിനിമം ഇൻഡെക്സ്, അതായത് 1299 വരെ ഇൻഡെക്സ് മാർക്ക് ഉള്ളവർക്ക് അവിടെ ഈ പറയുന്ന എക്കണോമിക്സിൻ്റെ കോഴ്സിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്, ജനറൽ കാറ്റഗറിയിൽ. പിന്നെ അറിയാമല്ലോ, ഇപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയുള്ള കോളേജുകളാണെങ്കിൽ കമ്മ്യൂണിറ്റി അലോട്ട്മെൻറ്റ്. ഇവിടെ ഇപ്പോൾ നമ്മുടെ മുസ്ലിം മൈനോറിറ്റിയുടെ കോളേജാണ് അല്ലമീൻ. സോ അവിടെ കമ്മ്യൂണിറ്റി കോട്ടയുണ്ട്, അതിൻ്റെ അലോട്ട്മെൻറ്റ് വന്നിട്ടില്ല. അപ്പോൾ അത് സെപ്പറേറ്റ് ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഈ മുസ്ലിം കാൻഡിഡേറ്റ്സിന് ഈ ഒരു ജനറൽ കാറ്റഗറിയിലും പരിഗണിക്കും, കമ്മ്യൂണിറ്റി കോട്ടയുടെ ആ ഒരു റാങ്ക് പബ്ലിഷ് ചെയ്യുമ്പോൾ അതിലും പരിഗണിക്കും കേട്ടോ. പിന്നെ SC/ST കാൻഡിഡേറ്റ്സിനുള്ള ലാസ്റ്റ് റാങ്കാണ് വന്നേക്കുന്നത്. അതും 900 വരെ അവിടെ അലോട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ 1375 മുതലുള്ള കുട്ടികളിൽ നിന്ന് 1299 വരെയുള്ള കുട്ടികൾക്ക് ഇവിടെ BA എക്കണോമിക്സിന് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഓരോ കോഴ്സിൻ്റെ ഇപ്പം നമ്മൾ വേറൊരു കോളേജ് എടുത്ത് നോക്കുവാണ് എങ്കിൽ, ഇപ്പോൾ നമ്മളിവിടുത്തെ നോക്കുവാണ് ഭാരതമാതാ കോളേജ്. അത് നിങ്ങൾ വ്യത്യാസമുണ്ട് കേട്ടോ. ഈ ഭാരതമാതാ കോളേജ് ആലുവ ചുണങ്ങംവേലിയാണ്. മറ്റ് ഭാരതമാതാ കോളേജ് തൃക്കാക്കരയാണ്. അത് ഓട്ടോണമസ് ആണ്. സോ അവരുടെ വെബ്സൈറ്റ് വഴിയാണ്, അതൊക്കെ നമ്മൾ പറഞ്ഞതാണ് കേട്ടോ. നമ്മളിപ്പോൾ വേറൊരു കോളേജ് എടുത്ത് നോക്കുവാണ്. നമ്മുടെ അവിടുത്തെ അലോട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ താഴോട്ട് പോയിട്ട് ഇഷ്ടമുള്ള ഒരു കോളേജ്, നിങ്ങൾ ഏത് കോളേജാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എളന്തൂർ പത്തനംതിട്ട എന്നുള്ള കോളേജ് എടുത്തു. അതിനുശേഷം അവിടെയുള്ള പ്രോഗ്രാംസ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഈ 3 പ്രോഗ്രാംസ് ഉള്ളൂ. 3 എയ്ഡഡ് ആണ്. മലയാളം എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുവാണ് സ്പെഷ്യലൈസേഷൻ. മലയാളത്തിൽ സ്പെഷ്യലൈസേഷൻ വരുന്നത് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്നുള്ളതാണ്. പിന്നെ ക്യാപ്പിൻ്റെ റെഗുലർ അലോട്ട്മെൻറ്റ് തന്നെയാണ്. ക്യാപ് റെഗുലർ അലോട്ട്മെൻറ്റ് അത് ജനിച്ച് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ആ ഒരു ഇതിലേക്ക് എത്താനായിട്ട് സാധിക്കും കേട്ടോ. ഞാൻ വീണ്ടും എടുത്ത് കാണിച്ച് സമയം കളയുന്നില്ല. നിങ്ങൾ നോക്കാം. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് താങ്ക് യു.